ഇത്രയേ ഉള്ളൂ. എന്താണ് അവരുടെ കോംപ്ലക്സ്? ഒരാളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അച്ചായൻ 2 വാക്ക് പ്രസംഗിക്കുമ്പോ അച്ചായനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ കോംപ്ലക്സാ. എന്താ കാരണം? എന്നേക്കാൾ അദ്ദേഹം വലുതായി പോകുമോ, എന്നേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുവോ, ആൾക്കാരെല്ലാം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈയടിക്കുവോ, എല്ലാവർക്കും ആൾക്കാർക്ക് അവരോട് ഇഷ്ടമാകുമോ? ഇത് നമ്മുടെ കോംപ്ലക്സാ. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് എതിരാകും. ഇതെല്ലാം മൈൻഡിനകത്ത് കിടക്കുന്ന പ്രശ്നങ്ങളാണ്. ഹലോ, ശരിയല്ലേ? നിങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് സത്യാവസ്ഥയായി പറയുന്നത്. അപ്പം നമുക്ക് ശരിക്കും തന്നെ നമുക്കറിയാം അല്ലെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നു, ഒത്തിരിയേറെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്ന എവിടാന്നറിയോ? ഈ ദേഹിയില. ആ ദേഹി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് ഞാനായി മാറും. മീൻസ് എന്റെ വ്യക്തിത്വം എനിക്കുണ്ടെന്ന് തിരിച്ചറിയണം. ഇത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? കോംപ്ലക്സുകളിൽ നിന്ന് നമ്മൾ പുറത്തു വരും. അപ്പം എനിക്ക് എന്റേതായ ഒരു കഴിവേ ഉള്ളൂ, എനിക്കത് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്ന ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ബോധം എനിക്കുണ്ടെങ്കിൽ എന്റെ കോംപ്ലക്സുകൾ മാറി. എനിക്കുള്ളതിൽ ഞാൻ തൃപ്തനാണെന്ന് എന്നോട് പറഞ്ഞു പഠിപ്പിച്ചാൽ ഞാൻ ഓക്കെ ആയി. കാണുന്നവരല്ല എന്നെ നോക്കി ചിരിക്കുകയല്ല, അവരവരുടെ കാര്യങ്ങളിലാണെന്ന് തോന്നിയാൽ ഞാൻ ഫ്രീ ആയി. ഇതൊക്കെ കോംപ്ലക്സുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്.